ഇപ്രാവശ്യം BJP ഇവിടെ ജയിക്കുമെന്നാണ് ഒരു സാധ്യത. ആൻ്റോ ആൻ്റണിയൊക്കെ ജയിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. പുള്ളി വോട്ടിന് മുമ്പുള്ള ഈ ചെരിയും പ്രശ്നമൊക്കെ ഉള്ളു. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരാരെയും കളിയാണെ പോലും കിട്ടത്തില്ല. ഐസക്കാണ് വരേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജയിക്കുന്ന ഇപ്രാവശ്യം കോൺഗ്രസ്സുകാർ ഉറപ്പാണ്. ജാതി സമവാക്യങ്ങൾ ഇല്ലെന്ന് പറയുമ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുടനീളം സംസ്ഥാനത്ത് കാണാനാകുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം വരുന്ന സമുദായങ്ങളെ മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയമാണ്. ഇതിൽ പ്രധാനമാണ് പത്തനംതിട്ട. സിറ്റിംഗ് MP ആന്റോ ആന്റണി, മുൻ ധനകാര്യമന്ത്രി TM തോമസ് ഐസക് എന്നീ പരിചയസമ്പന്നർക്കൊപ്പം കോൺഗ്രസിന്റെ അതികായൻ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിങ്ങനെ 3 ക്രിസ്ത്യൻ പേരുകാരെ ഇറക്കിയാണ് പത്തനംതിട്ട പിടിക്കാൻ 3 മുന്നണിയും കോപ്പ് കൂട്ടുന്നത്. പത്തനംതിട്ടയിൽ ജാതി സമവാക്യം ആരെ തുണയ്ക്കും? ജനങ്ങളുടെ അഭിപ്രായമൊന്ന് തേടിയാലോ? ചേട്ടാ, ഈ മണ്ഡലത്തിൽ ആര് ജയിക്കുന്നതാണ് തോന്നുന്നത്? അതിനെപ്പറ്റി അറിയത്തില്ല. ആര് വരണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ 3 പേരാ അവിടെ നിൽക്കുന്നത്. അത് ആൻ്റോ ആൻ്റണി ആയിരുന്നു ഇവിടെ നിന്നോണ്ടിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തുവന്ന് അറിയത്തില്ല. ഇത്തവണ 4ാം തവണയാണല്ലോ ആന്റോ ആന്റണി നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് വിജയസാധ്യത തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റിയുള്ള ഇത് പോരാ. എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ വല്ലതും മണ്ഡലത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജയിക്കും. ഇവിടെ വലുതായിട്ടുള്ള വികസനം ഒന്നും വടക്കനേരിയായി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ നോക്കുവാണെങ്കിൽ ഐസക്കാണ് വരേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാര്യം പാർലമെൻറ്റിൽ പോലും പിടിച്ചെടുക്കാമെന്നുള്ള പരിപാടിയാണ് അങ്ങനെയൊക്കെയുള്ളത്. ഒന്നാമത് LDFന്റെ ഭരണം മൊത്തത്തിൽ പറഞ്ഞാൽ തന്നെ വളരെ ശോകമായ അവസ്ഥയാണ്. എങ്ങനെയൊക്കെ നോക്കിയാലും അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിണറായി സർക്കാർ എപ്പോഴും മുന്നിൽ എപ്പോഴും കേരളം നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അന്ന് കോവിഡിൻ്റെ സമയത്ത് കേരളം നമ്പർ 1 ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏത് രീതിയിലാണ് കേരളം ശരിക്കും നമ്പർ 1 ആയത് എന്ന് നമുക്ക് ഈ അടുത്ത കുറേ സമയം കൊണ്ട് തന്നെ മനസ്സിലായി. അഴിമതിയുടെ കാര്യത്തിൽ, മറ്റുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മോള് തന്നെ കേസിൽ പെട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്കിന് ആ ഭരണാധികാരി എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുമല്ലോ, ഏറ്റവും മെയിനായിട്ടുള്ള ആളെങ്ങനെ ആയിരിക്കും അതുപോലെ ആയിരിക്കും സബ്ബായിട്ടുള്ള ആൾക്കാരും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭരണത്തോട് എനിക്ക് പൂർണ്ണമായും എതിർപ്പ് തന്നെയാണ്. ഒരേ ആൾക്കാർ തന്നെ പിന്നെയും തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്രാവശ്യം BJP ഇവിടെ ജയിക്കുമെന്നാണ് ഒരു സാധ്യത. കാരണം മറ്റുള്ള 2 പേരുടെയും ഭരണത്തെ ഇപ്രാവശ്യം ജനങ്ങൾ മുന്നോട്ട് വലുതായിട്ട് വെക്കുമെന്ന് തോന്നുന്നില്ല. കാരണം MP ആയിട്ട് ജനിച്ചിട്ട് പോയിട്ട് ആൻ്റോ ആൻ്റണിയെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടെ കാണുന്നത്. പിന്നെ മറ്റവരിപ്പം ഒരുപാട് വിഷയങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ. അതുകൊണ്ട് അനിൽ ആൻ്റണി ജയിക്കാൻ സാധ്യതയുണ്ട്. വിജയസാധ്യത ഉണ്ട്. ഇപ്രാവശ്യം എങ്ങനെ ജയിക്കാൻ സാധ്യത കൂടുതലാണെന്നാ എക്സിറ്റ് പോലെല്ലാം പറയുന്നത്. കാരണം പുള്ളി കയറി വന്നാൽ നല്ല കാര്യങ്ങൾ ഇവിടെ എന്തായാലും ചെയ്യും. കാരണം ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളിനെയും ഇത്രയും കാലം ഇവിടെ ആരും നിർത്തിയിട്ടില്ല. പിന്നെ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പുള്ളിയുടെ ആ ഒരു കഴിവിനെയും ആ പഠിത്തത്തെക്കുറിച്ചൊക്കെ ഉള്ളതിൽ നമ്മൾ കൂടുതലായിട്ട് നോക്കണ്ടേ. ഇപ്പോൾ നിലവിലെ MP ആന്റോ ആന്റണി ആണല്ലോ. ആളുടെ ഒരു വികസനം കാര്യങ്ങളും ആൻ്റോ ആൻ്റണിയൊക്കെ ജയിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല. പുള്ളി വോട്ടിന് മുമ്പുള്ള ഈ ചെരിയും പ്രശ്നമൊക്കെ ഉള്ളു. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരാരെയും കളിയാണെ പോലും കിട്ടത്തില്ല. ഇന്നത്തെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ജീവിത സാഹചര്യം അനുസരിച്ച് അതൊക്കെ തന്നെയും ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് ജനങ്ങളെ മനസ്സിലാക്കുന്ന പ്രതിനിധികൾ വരണം, ജനപ്രതിനിധിയായിട്ട്. ഇവരെ കുറിച്ചൊന്നും നല്ല അഭിപ്രായം എനിക്കില്ല, എന്നെ സംബന്ധിച്ച്. പിന്നെ ഈ റോഡ് തന്നെ ഇപ്പോൾ ശരിയായിട്ടാണ് കുറച്ച് നാളെ ആയുള്ളൂ. അവിടെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ പൊട്ടിയാലും മറ്റേത് പൊട്ടിയാലും എല്ലാം സമയത്തും കാലത്തും ഒന്നും ശരിയാക്കത്തില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒന്നും പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കതേ ഇല്ല. അത് ചോദ്യം ചെയ്യാനോ ആരുമില്ല. ജനങ്ങൾ കഷ്ടപ്പെടുക, അത് തുറന്നിട്ടിരിക്കുക. അത് തീരുമാനിച്ചിട്ടില്ല കൊടുക്കണമെന്ന്. അതൊക്കെ ആ സമയമാകുമ്പോൾ
എന്തായാലും നമ്മുടെ വോട്ടധികാരം നമ്മൾ രേഖപ്പെടുത്തിയല്ല പറ്റത്തുള്ളൂ. അത് കൊടുക്കാൻ ആ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടില്ല. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.